പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. അവിടെ അടൂരിൽ നിന്ന് സുജൂറ്റി ബാബു കൂടെ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. സ്റ്റാൻഡ് മാറ്റിയാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംസാരം നമ്മളെല്ലാവരും കണ്ടത്. ഇരവാദം ഉന്നയിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇതിൽ പെടുത്തിയതാണ് എന്ന അവന്തികയുടെ വാട്സപ്പ് ചാറ്റ് അത് മാധ്യമപ്രവർത്തകരെ കാണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലെത്തിയത്. രാഹുലിൻ്റെ രാജി വേണ്ട, പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താമെന്നൊരു തീരുമാനത്തിൽ KPCC എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അത് ഏത് രീതിയിലായിരിക്കും കോൺഗ്രസിന് ഗുണം ചെയ്യുക? വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മാധ്യമപ്രവർത്തകരുമായുള്ള സംസാരം അവസാനിപ്പിച്ചത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? കാണുന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സ്റ്റാൻഡ് രാജിവെക്കേണ്ടതില്ല, എനിക്ക് പറയാനുള്ളത് ദേശീയ നേതൃത്വം കേൾക്കണമെന്ന് AICCയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭ്യർത്ഥിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് മുകളിലേക്ക് വളരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തരത്തിലും തടയിടാൻ കോൺഗ്രസുകാർക്ക് പറ്റുന്നില്ല. ഇപ്പോൾ രാജിയുടെ കാര്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഭിന്നതയുണ്ട്. എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട്? വിനീഷ, രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തെ വെല്ലുവിളിച്ച അടൂരിലെ വീട്ടിൽ തുടരുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജി ആവശ്യത്തിൽ രാജിവെക്കില്ലെന്ന നിലപാടിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായി കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ്, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയാണ്. തനിക്കെതിരെ രാജ്യസമ്മർദ്ദം തുടർന്നു കഴിഞ്ഞാൽ താൻ ഇക്കാര്യത്തിൽ കൂടുതൽ നേതാക്കളുടെ പല രഹസ്യങ്ങളും വെളിപ്പെടുത്തുമെന്ന ഭീഷണി രാഹുൽ ഉയർത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ രാഹുലിൻ്റെ വീടിന് മുമ്പിൽ പോലീസ് സുരക്ഷയുണ്ട്, പോലീസ് വാഹനം ഉൾപ്പെടെ പോലീസുകാർ സുരക്ഷ ഇപ്പോഴും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 6 ദിവസമായി സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി സ്വന്തം മണ്ഡലത്തിൽ കാലുകുത്താൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. വീടിന് പുറത്തിറങ്ങിയത് ഇന്നലെ, അതായത് പരസ്യമായി ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ പുറത്തിറങ്ങിയത് 2 തവണ മാത്രമാണ് അദ്ദേഹം അത്തരമൊരു നിലപാടിലേക്ക് പോയത്. 2 തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും ഉയർന്നു വന്ന ആരോപണങ്ങൾക്കൊന്നും തന്നെ ഒരു തരത്തിലും വ്യക്തമായ മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചിരുന്നില്ല എന്നാണ് വസ്തുത. ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഏറ്റവും ഗൗരവമുള്ളതും തെളിവുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു ആരോപണമെന്ന് പറഞ്ഞ ആ ആരോപണത്തിന് ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ഇവിടെയാണ് രാഹുൽ പയറ്റുന്ന തന്ത്രം. ഇന്നലെ AICC ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നത കമ്മിറ്റികൾ ഉൾപ്പെടെ രാഹുലിൻ്റെ രാജി വേണമെന്ന നിലപാടിലേക്ക് എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടം തിരികെ ഭീഷണിപ്പെടുത്തുകയാണ്. തൻ്റെ പേര് അല്ലെങ്കിൽ തൻ്റെ രാജി ആവശ്യപ്പെടുന്ന നേതാക്കന്മാർ അവർ സൂക്ഷിക്കണം, അങ്ങനെ ആവശ്യപ്പെടുക ണെങ്കിൽ തനിക്കും ചില വെളിപ്പെടുത്തൽ നടത്താനുണ്ട്. അത് ചില നേതാക്കന്മാർ അത്തരം വെളിപ്പെടുത്തൽ നടത്തിക്കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന തലത്തിലാണ് രാഹുലിൻ്റെ ഭീഷണി എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതായത് താൻ മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെങ്കിൽ തൻ്റെ കൂടെ ഒട്ടനവധി പേരുകൂടി അവസാനിപ്പിക്കേണ്ടി വരുമെന്ന തരത്തിലുള്ള രാഹുലിൻ്റെ ഒരു ഭീഷണി നേതൃത്വത്തിന് നേരെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടുകൂടി തന്നെയാണ് രാഹുലുമായി പുതിയ ഫോർമുല പങ്കുവെക്കാൻ വേണ്ടി ഇവർ ശ്രമം നടത്തുന്നതും സൂചനയുണ്ട്. അതായത് ഷാഫി പറമ്പിലാണ് ഈ കാര്യങ്ങളൊക്കെ രാഹുലിന് വേണ്ടി നേതൃത്വമായി ചർച്ച ചെയ്യുന്നത്. അത്തരത്തിലൊരു ഫോർമുല രൂപപ്പെട്ട് കഴിഞ്ഞാൽ രാഹുലിനെതിരെ നടപടി മഴപ്പെടുത്തുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക മാത്രമെന്ന ഒരു നാടകത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് ജനവികാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ്. മുൻപ് സമാനമായ രീതിയിൽ MLA-മാർക്കൊക്കെ എതിരെ ലൈംഗിക ആരോപണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയധികം ആരോപണങ്ങളും ഇത്രയധികം ഗുരുതരമായ വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയത് അങ്ങനെ മുമ്പ് അത്രയധികം ഇല്ല എന്ന് തന്നെയാണ് നിരൂപകർ ചൂണ്ടിക്കാട്ടുന്ന. അത്തരമൊരു സാഹചര്യത്തിൽ വലിയ ജനരോക്ഷം രാഹുലിനെതിരെയുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ വനിതാ MLA ഉമാ തോമസ് പറഞ്ഞ രാഹുലിൻ്റെ രാജി ഇനി ഒട്ടും വൈകരുതെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ഒഴിവാക്കാൻ വേണ്ടി തനിക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം തന്നെ ചെയ്യുന്നത്. അതിൽ രാഹുലിനെ സംബന്ധിച്ചോളം ഇന്നലെ അവന്തികയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു വിശദീകരണം നൽകിയത്. എന്നാൽ രാഹുലിന് ഏതെങ്കിലും തരത്തിൽ മറ്റ് സംഭവങ്ങളിൽ കൃത്യമായൊരു വിശദീകരണം നൽകാൻ സാധിക്കുമെന്ന കാര്യം സംശയമാണ്. അങ്ങനെ വിശദീകരണം നൽകിയാൽ ഒരുപക്ഷെ രാഹുൽ വീണ്ടും ആ വിഷയത്തിൽ പെടുകയുള്ളൂ. ആ വിഷയത്തിൽ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായി നൽകാൻ സാധിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി നേതൃത്വത്തിനോളം ഈ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി പറയാൻ രാഹുലിന് സാധിച്ചിട്ടില്ല. രാഹുൽ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം പാർട്ടി നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി മറ്റ് ചില വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നും മറ്റു പലരെയും ഇക്കാര്യത്തിൽ കുടുക്കുമെന്ന തരത്തിലുള്ള ഭീഷണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഴക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും രാഹുൽ ഇപ്പോഴും പാലക്കാടിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരുപക്ഷെ പാലക്കാട് കോൺഗ്രസ് അഭിമാനപൂർവ്വം അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയും കൊട്ടിഘോഷിച്ച MLA സ്ഥാനത്തേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തം മണ്ഡലത്തിൽ കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്.